ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 4 ആയി. എൻ്റെ ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞു, ലോഗ് ഔട്ടൊക്കെ ചെയ്ത് ലാപ്ടോപ്പൊക്കെ ഒന്ന് സൈഡാക്കി വെച്ച് ഒരു ഈവനിങ് വ്ളോഗ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ എവിടെയൊക്കെ ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ്, ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് കണ്ടാലും വാങ്ങി വെക്കും. അപ്പോൾ ഞാൻ മീഷോന്ന് വാങ്ങിച്ച കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫോൺ കവറിലൊക്കെ അതൊക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ച് ആ കവറിനെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വിചാരിച്ചു. ഒരു സിമ്പിൾ പ്ലെയിൻ ബ്ലാക്ക് ഫോൺ കവറായിരുന്നു, സാവനയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. എനിക്ക് ആ ഒരു ഫ്ലാറ്റായിട്ട് സ്റ്റിക്കേഴ്സ് അത്ര ലൈക്കല്ല കേട്ടോ. ഇതുപോലെ കുറച്ച് ബബ്ലി അല്ലെങ്കിൽ 3D സ്റ്റിക്കേഴ്സാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കേഴ്സ് പർച്ചേസ് ചെയ്താലുള്ള എൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ഫോൺ കവർ മാത്രമല്ല, ഇപ്പം എവിടെയാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും അങ്ങനെ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, എല്ലാവിടെയും ഇതുപോലത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടെയാക്കി പേസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മെയിൻ ജോലി. അപ്പോൾ ഫോൺ കവർ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല ക്യൂട്ടായിട്ടുണ്ട്. ആ കവറിൻ്റെ ലുക്കേ മാറി. ഇനിയും ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് നമുക്ക് ലെഫ്റ്റ് ഔട്ട് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ മൊബൈൽ ഹോൾഡറിലും കൂടി ഒന്ന് വെച്ചൊന്ന് അതിനെ ലുക്കാക്കാമെന്ന്. ഇതൊരു നോർമൽ വളരെ സാധാരണയായൊരു ഫോൺ ഹോൾഡറാണ്. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ഹോൾഡേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്യാൻ തന്നെ വിചാരിച്ചു, ഒരു ഫോൺ ഹോൾഡർ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ ഈ സ്റ്റിക്കേഴ്സ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് ഈ സ്റ്റിക്കേഴ്സ് ഈ ഒരു ഫോൺ കവറിലും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് സംഭവം ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു അടിപൊളി എസ്തെറ്റിക് ഒന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ഫോൺ കവറായി. ആ നോർമൽ ബ്ലാക്കിനേക്കാളും എന്തൊക്കെയൊക്കെയോ കാണാനുണ്ട്, കുറച്ച് ക്യൂട്ടായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഈവനിങ് പൊതുവേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികളായിരിക്കും, ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞിട്ടാകുമ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും ഞാൻ ഇരിക്കുക. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ഫോണൊന്ന് വെച്ച് സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടോപ്പ് പോർഷൻ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ സംഭവം നല്ല ക്യൂട്ടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സംഭവമൊക്കെ റെഡി ആയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം എന്തെങ്കിലും വെബ് സീരീസോ മൂവീസൊക്കെ ഇരുന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചു. വർക്കൊക്കെ കഴിഞ്ഞല്ലേ, നമ്മുടെയൊക്കെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്കറിയാം, അവരുടെ ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വെബ് സീരീസും അതുപോലെ തന്നെ മൂവീസൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുന്നതിന് മുന്നേ നമുക്ക് എപ്പോഴും അറിയാം, മൂവി ആണെങ്കിലും സീരീസ് ആണെങ്കിലും എന്താണെങ്കിലും പോപ്കോൺ ആൻഡ് ചിൽ അതാണല്ലോ. അപ്പോൾ കുറച്ച് പോപ്കോണൊക്കെ എടുത്ത് വെച്ചു. ഞാൻ വിചാരിച്ചു കുറച്ചൊരു സീരീസ് കാണാൻ, ഞാൻ മൂവിയല്ല സീരീസ് കാണാൻ വിചാരിച്ചു. ഞാൻ ഈ കാണുന്ന സീരീസ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇപ്പോഴും കാണുന്നേ ഉള്ളൂ വിചാരിക്കും. വേറെ ഒന്നല്ല, സ്ക്വിഡ് ഗെയിമാണ്, ഫൈനൽ പാർട്ടാണ്. പക്ഷെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ വ്ളോഗ് ഞാൻ എത്ര മുന്നേ എടുത്ത് വെച്ച വ്ളോഗാണെന്ന്. എനിക്ക് വ്ളോഗ്സ് എടുക്കാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ എല്ലാ ആംഗിളിൽ നിന്നൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു എസ്തെറ്റിക് ലുക്ക് കിട്ടുക എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ എഡിറ്റിങ്ങിലാണ് എൻ്റെ പ്രശ്നം. എനിക്ക് എഡിറ്റിങ്ങിന് നല്ല മടിയാണ്, വോയിസ് ഓവറിനും നല്ല മടിയാണ്. അതുകൊണ്ട് ആ വീഡിയോ അങ്ങനെ ഫോണിൽ കിടന്ന് കുറേ കാലമായി. പിന്നെ സ്റ്റോറേജ് ഫുള്ളാകുമ്പോഴാണ് മനസ്സിലായത്, ഓക്കെ കുറച്ച് വീഡിയോസൊക്കെ ഇനി പോസ്റ്റ് ചെയ്ത് തുടങ്ങാം, എഡിറ്റ് ചെയ്യണം. ഓഫീസ് വർക്കൊക്കെ കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ടയേർഡാവും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മടി പിടിച്ച് എഡിറ്റിംഗ് ഒക്കെ കുറേ അങ്ങ് എക്സ്റ്റെൻഡ് ആയി പോയത്. അപ്പോൾ പക്ഷേ സ്ക്വിഡ് ഗെയിം ഞാൻ സീരീസ് കംപ്ലീറ്റ്ലി കണ്ടു. എനിക്ക് ഫസ്റ്റ് സീസണാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. ഫൈനൽ സീസൺ ആയാലും സെക്കൻഡ് പാർട്ടായാലും എനിക്ക് അത്ര ലൈക്കില്ല. ഒരു 8 hours നമ്മൾ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്തതായതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചൊരു നടക്കാമെന്ന്. ഈവനിങ് കുറച്ചൊന്ന് നടക്കാറുണ്ട്. അപ്പോൾ ഒരു ഗാർഡൻ ടൂർ പോലെ ആക്കി കുറച്ച് ഗാർഡനിലെ കുറച്ച് പ്ലാന്റ്സും ഫ്രൂട്ട്സൊക്കെ ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കാണാം. ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ട് അതിലൊന്നാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇപ്പം ഇപ്രാവശ്യം പറിക്കാനൊക്കെ അത് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പൂക്കളും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ഉദ്ദേശം വേറൊന്നുമല്ല, ഇത്രയും സമയം നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്തതായതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് നടക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക, ഒന്ന് ചില്ല് ചെയ്യുക. ഈ വീട്ടിൽ തന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്കറിയായിരിക്കും, വീട്ടിൽ തന്നെ ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ആയി. എനിക്ക് നല്ല മടി, എനിക്കിപ്പോൾ പുറത്തു പോകാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഈ ഒരു പൂച്ചേൻ്റെ കാര്യം കേട്ടോ, ഞാനിങ്ങനെ ചുമ്മാ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് എൻ്റെ ഫ്രെയിമിലോട്ട് ഒരാളിങ്ങനെ കടന്നു വന്നത്. കുറച്ചൊരു എസ്തെറ്റിക് ലുക്ക് ആയതുകൊണ്ടും സംഭവം കാണാൻ നല്ല രസമുള്ളതുകൊണ്ടും ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ടങ്ങ് ഷൂട്ട് ചെയ്തു.
എനിക്കൊരു തെറാപ്യൂട്ടിക് ഈവനിങ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലവേഴ്സിനെ കാണുമ്പോഴാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ആമ്പൽക്കുളത്തിലെ ഈ ഒരു നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തൊരു, ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഈ ഒരു ആമ്പൽക്കുളം ഇപ്പം ഫുള്ളി ബ്ലൂമിങ് സീസൺ, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കാമാക്കാൻ ഇതുപോലെയുള്ള കുറച്ച് നല്ല ഫ്ലവേഴ്സും സ്കൈയും ഇങ്ങനെയുള്ള വ്യൂസൊക്കെ കണ്ടിട്ടാൻ പറ്റും ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക. ഇപ്പോൾ ഈ വർക്കൊക്കെ കഴിഞ്ഞ് വരുന്നവർക്കറിയാം, ഈ പ്രത്യേകിച്ച് ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്ക് അതിലും നന്നായിട്ട് മനസ്സിലാവും. വീട്ടിൽ തന്നെ ഇരുന്ന് പുറത്തൊരു ഫ്രഷ് എയർ കിട്ടുമ്പോഴാണ് ശരിക്കും നമ്മൾക്കൊരു എലൈവ് ഫീലിംഗ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുക. ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് കഴിച്ചതിന് ശേഷം സത്യത്തിൽ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് കഴിക്കുന്നത്. വീഡിയോ ഒക്കെ എടുത്ത് കുറച്ചൊന്ന് ഡിലേ ആയി. പൊതുവേ ഞാനൊരു 4:30-5 o'clock എന്തെങ്കിലും കഴിക്കുന്നതാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് മൂവിയൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് പോപ്കോണൊക്കെ കഴിച്ചായിരുന്നു. ഞാൻ ടീ കോഫി പേഴ്സൺ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ഇങ്ങനത്തെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ അത് കഴിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് മാംഗോസ് കഴിക്കാം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ട്സിൽ ഒരു ഫ്രൂട്ടാണ് ഈ ഒരു അൽഫോൺസ് മാംഗോ. അപ്പോൾ ഈ ഒരു മാങ്ങ കഴിച്ചിട്ട് നമുക്ക് കുറച്ചൊരു അൺബോക്സിങ് പരിപാടിയുണ്ട്, അതും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് ഡെയിലി വ്ളോഗാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഷൂട്ട് ചെയ്യുന്ന സംഭവമാണ്. അതുകൊണ്ട് എനിക്കും വലിയൊരു ഐഡിയാസൊന്നും ഇല്ല. അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞ് ചെയ്ത് പോവുകയാണ്. കുറച്ച് നമുക്ക് ഇമ്പ്രവൈസ് ചെയ്യാം. ഗോയിങ് ഫോർവേഡ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്കിത് തന്നെ മനസ്സിലാവുന്നില്ല സത്യത്തിൽ എങ്ങനെയാണ് ഇതെന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, എക്സാക്ട്ലി എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എന്താ പറയുക, എനിക്ക് അറിയുന്നത് പോലെ ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നു, അതൊക്കെ വെച്ച് ഞാൻ ചെയ്തു പോകുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. നമുക്കങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ബിക്കോസ് എൻ്റെ കുറച്ച് വീഡിയോസ് മുന്നേ പഴയ കാണുന്നവർക്കറിയായിരിക്കും ഞാൻ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരാളാണ്. ബട്ട് എനിക്ക് ഡെയിലി വ്ളോഗ്സിൽ ഞാൻ ശരിക്കും നല്ല സ്റ്റക്ക് ആവുന്നു. ലൈക്ക് ഇനി എന്താ പറയേണ്ടത്, ഒരു മാങ്ങ കഴിക്കുന്നതിന് ഞാൻ എന്താ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, ലൈക്ക് ആ ഒരു സ്റ്റക്ക് എനിക്കുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. എന്തായാലും നല്ലൊരു സണ്ണി ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് മഴ തുടങ്ങി. കാരണം ഇപ്പോഴത്തെ ഒരു വെതർ അറിയാമല്ലോ, പെട്ടെന്ന് സൺറൈസ് നല്ല സൂര്യനായിരിക്കും, പെട്ടെന്ന് മഴ തുടങ്ങും. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു വെതറിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഫ്രൂട്ട്സൊക്കെ കഴിച്ചു റൂമിലോട്ട് എത്തി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, പിന്നെ നമുക്കൊരു അൺബോക്സിങ് പരിപാടിയുണ്ട്. അപ്പോൾ ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡാണ് എനിക്ക് തുറക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വന്നിരിക്കുന്ന പാർസൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കാണിക്കുമ്പോൾ തന്നെ ആ കവർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിന്ന് വന്ന പാർസലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ബ്രാൻഡിൻ്റെ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പം അതായത് ഞാൻ ബാഗ് വാങ്ങിക്കുന്നത്, മനസ്സിലായില്ല, ഞാൻ ബാഗാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സാറയിൽ നിന്നാണ്. സാറയുടെ 50th ആനിവേഴ്സറി ആയിട്ട് ഞാൻ 50th ആനിവേഴ്സറി ആയിട്ട് വാങ്ങിച്ചൊന്നുമല്ല. എനിക്ക് ആ ടൈമിൽ ഇഷ്ടപ്പെട്ടു, ഒരു ബാഗ്സ് ഇഷ്ടപ്പെട്ടു. 2 ബാഗാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ കണ്ടിട്ട്, ബിക്കോസ് അത് രണ്ടുമാണ് സാറയുടെ സാറ ബാഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഐക്കോണിക് ബാഗ്സ് ആയിട്ട് കാണിക്കുന്ന 2 ബാഗ്സാണ് ഞാൻ വാങ്ങിച്ചത്. ഈ ബാഗിൻ്റെ ഇമേജ് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, ആ ഒരു ക്ലാസ്പ് ബോക്സ് ബാഗില്ലേ, ആ ഒരു സാധനമാണ്. ഇതിൽ 2 ഷെയ്ഡ്സ് ഉണ്ട്, വൈറ്റും അതുപോലെ തന്നെ ബ്രൗണും. ബ്രൗൺ എൻ്റെ കയ്യിൽ ഒരുപാട് ബാഗ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വൈറ്റ് എടുത്തത്. ബിക്കോസ് എനിക്ക് വൈറ്റ് ബാഗ് ഒട്ടും ഒരെണ്ണം പോലും വൈറ്റ് ഇല്ലായിരുന്നു. പക്ഷെ എന്ത് രസമാണ്, എന്ത് ക്ലാസിക് സാധനമാണെന്നറിയോ. അതിൻ്റെ ആ ഒരു ഗോൾഡൻ ഔട്ട്ലൈനും ആ ചെയിൻ എന്ന് പറഞ്ഞാൽ വളരെ നൈസായിട്ടുള്ള സ്ലിം ചെയിനാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഒരു ബാഗിന് ഇത്രയും സ്ലിം ചെയിൻ കാണുന്നത്. പക്ഷേ സാധനം ലുക്കാണ് ഗൈസ്. പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലൊന്നും എത്തില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ഇത് കണ്ടപ്പോഴേ. പക്ഷേ എനിക്ക് എന്താ സംഭവം എന്നറിയില്ല. ഇതിനകത്ത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പം പ്രോ മാക്സ് എത്തും. ഇപ്പോൾ ഐഫോൺ ആണെങ്കിൽ പ്രോ മാക്സ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, മീൻസ് അതിൻ്റെ ഒരു എത്രത്തോളം നമുക്ക് ലെങ്ത്ത് ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ കാണുമ്പം ചെറുത്. ഈവൺ എൻ്റെ കയ്യിൽ ഞാൻ വെച്ച സമയത്തും കുഞ്ഞു ബാഗായിട്ട് എനിക്ക് തോന്നി. ഇതിലെന്താ ഇതിലിപ്പോൾ എൻ്റെ ഫോൺ എത്തുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ 14 Pro Max ആണ് എൻ്റെ ഫോൺ. അപ്പോൾ ഈ പ്രോ മാക്സിൽ ഇതിൽ ഫിറ്റ് ആകും കേട്ടോ. അപ്പോൾ സെക്കൻഡ് സാറയുടെ
മറ്റൊരു ബാഗാണ്. ഇതും നിങ്ങൾ കണ്ടു കാണും, ഈ ഒരു ഐക്കോണിക് ബാഗ്. ഇതിൻ്റെ പക്ഷേ ബ്രൗൺ കളറായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അതിൻ്റെ മിനി വേർഷൻ ആട്ടോ ഞാൻ എടുത്തത്. എന്തായാലും ഇതും റെഡ് കളർ ബാഗ്. ഇപ്പം ഞാൻ ഇത്തവണ ബാഗ് വാങ്ങിച്ചപ്പോൾ ഞാനൊരു ബാഗ് ഭ്രാന്തിയാണ് കേട്ടോ. ഞാൻ ബാഗ്സ് ഒരുപാട് വാങ്ങിക്കുന്ന ആളാണ്. ഈ പ്രാവശ്യം ഞാൻ ബാഗ് വാങ്ങിച്ചപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞായിരുന്നു ഇല്ലാത്തൊരു ഷെയ്ഡ് തന്നെ വാങ്ങിക്കണം. അങ്ങനെയാണ് ഞാൻ വൈറ്റും റെഡും, ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തതാണ്. ഇത് രണ്ടും എനിക്ക് തോന്നുന്നു ബാഗ് ഭ്രാന്തികൾക്കറിയാം. കളക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഷെയ്ഡുകളാണ് ഈ പറഞ്ഞ വൈറ്റും റെഡും. അപ്പോൾ ആ ഒരു ബാഗും കൂടി ഞാനൊന്ന് സ്റ്റൈൽ ചെയ്തിട്ടും കൂടി കാണിക്കാം. പക്ഷേ ഈ ബാഗിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ, ഇത് വേർത്തിട്ടാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഇത് 3-in-1 ബാഗാണ്. ഇത് 3 വേസിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ അതിൻ്റെ സ്ട്രാപ്പായിട്ട്, വലിയ സ്ട്രാപ്പായിട്ടാണ് സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ കാണിച്ച ആ സ്ലിം സ്ട്രാപ്പും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ വലിയ സ്ട്രാപ്പില്ലേ, അത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു സ്ലിം സ്ട്രാപ്പ് വെച്ചിട്ടൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് ക്രോസ് ബോഡി മോഡലായിട്ട് നമുക്ക് ഈ സ്ലിം സ്ട്രാപ്പിൽ യൂസ് ചെയ്യാം കേട്ടോ. കൊള്ളാം. റെഡ് കളർ എനിക്ക് തോന്നുന്നു ഒരുപാട് ഡ്രസ്സിൻ്റെ കൂടെ പോയില്ലെങ്കിലും സാധനം ഒരു ഐക്കോണിക് കിടിലൻ നല്ല റെഡ് ഷെയ്ഡാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇതുപോലെ ഞാൻ 3ാമത്തെ വേ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ ചെറിയൊരു ഹാൻഡിലുണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് പരിപാടി കഴിഞ്ഞു. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഡിന്നറാണ്. ഡിന്നർ ഞാൻ വളരെ ലൈറ്റായിട്ട് കഴിക്കുന്ന ഒരാളാണ്. ഈ പറഞ്ഞ പോലെ 8 or 8:30 ഞാൻ എൻ്റെ ഡിന്നർ ക്ലോസ് ചെയ്യും. ബിക്കോസ് എനിക്കൊരു 10-10:30 ആകുമ്പോൾ ഉറങ്ങണം. ബിക്കോസ് എൻ്റെ ഷിഫ്റ്റ് രാവിലെ 7 മണിക്കാണ്. അപ്പം 7 to 4 ആണ് കേട്ടോ എൻ്റെ ഷിഫ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉറങ്ങിയേ പറ്റൂ. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഓംലെറ്റും ബ്രെഡും അത്രയേ ഉള്ളൂ. ഇന്നങ്ങനെ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡും ഓംലെറ്റും അല്ല, ചില സമയത്ത് നമ്മൾ ഗോതമ്പ് ദോശയായിരിക്കും. അപ്പോൾ ഡിന്നർ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂമിൽ എൻ്റെ സൺസെറ്റ് ലാമ്പ് കൊണ്ട് കുറച്ച് കലാപരിപാടികൾ ചെയ്യാമെന്ന്. എനിക്കിതുപോലെ ലൈറ്റ്സ് റൂമിൽ ഇതുപോലത്തെ നമ്മുടെ LED ലൈറ്റ്സും ഇങ്ങനത്തെ ടേബിൾ ലാമ്പിൻ്റെ ലൈറ്റ്സും അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ടുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, അതെനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ഞാൻ തന്നെ ചെയ്യും. ഇനിയത്തെ ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുറച്ച് ടു ഡു ലിസ്റ്റൊക്കെ കുറച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയിനോ ഇതൊക്കെയൊക്കെ കംപ്ലീറ്റ് ആക്കി നോക്കും. പിന്നെ ചിലപ്പോൾ നാളെ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ഓർത്തതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.